ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. വുളുവിൻ്റെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ വുളുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണോ, അതല്ല റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, വുളുവിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, മഹാനായിട്ടുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാന്മാരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസിൻ്റെ ചുരുക്കം ഇതാണ്. അതിൻ്റെ നിവേദകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ ഉള്ളടക്കം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു. എന്താ ചോദിക്കുന്നത്? പ്രഭാത നമസ്കാര ശേഷമാണ്, ഇൻദ സ്വലാത്തുൽ ഫജ്ർ. ഞാനിത് സഹീഹുൽ ബുഖാരിയിലെ 1149 നമ്പർ വചനമാണ് വായിക്കുന്നത്. ഇൻദ സ്വലാത്തുൽ ഫജ്ർ യാ ബിലാലു, ബിലാലേ, പ്രഭാത നമസ്കാര സമയത്ത് ചോദിക്കാണ് റസൂലുള്ള, ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ താങ്കൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു നല്ല കർമ്മം ഏതാണ്? ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, തീർച്ചയായും ഞാൻ അങ്ങയുടെ പാദരക്ഷകളുടെ ശബ്ദം സ്വർഗത്തിൽ അങ്ങ് എൻ്റെ മുമ്പിലൂടെ അങ്ങനെ നടക്കുന്ന ആ പാദരക്ഷയുടെ ശബ്ദം ഞാൻ കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു മറുപടി, ഖാല മാ അമിൽതു അമലൻ അർജാ ഇൻദി, ഞാൻ കാര്യമായിട്ട് അത്ര വലിയൊരു പ്രവർത്തനം ചെയ്തിട്ടില്ല, എന്നാൽ എന്താ ചെയ്തിട്ടുള്ളത്? അന്നീലം അതതഹർ തഹൂറൻ ഫീ സാഅത്തി ലൈലിൻ ഔ നഹാരിൻ, ഞാൻ രാവാകട്ടെ പകലാകട്ടെ വുളു ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? ഇല്ലാ സ്വല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബലി അൻ ഉസല്ലിയ, ആ വുളു കൊണ്ട് ഞാൻ ഒരു നമസ്കാരം നമസ്കരിക്കും, എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു നമസ്കാരം നമസ്കരിക്കും എന്നാണ്. അപ്പോൾ വുളു ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമസ്കാരം നിർവഹിക്കാതാണ്. അത് ആ ഹദീസിൻ്റെ പദപ്രയോഗം വളരെ വ്യക്തമാണ്. ഇല്ലാ സ്വല്ലൈതു ബിദാലിക തുഹൂരി, ആ വുളു കൊണ്ട് ഞാൻ നമസ്കരിക്കാതിരിക്കുകയില്ല എന്നാ. അതിനർത്ഥം, ഇപ്പോൾ വുളു ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമസ്കാരം, ഇപ്പോൾ നമ്മൾ വുളു ചെയ്തു പള്ളിയിലേക്ക് പോകാൻ, പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഫജ്റിന് മുമ്പാണ് എത്തുന്നത്. ഫജ്റിന് മുമ്പ് എത്തുമ്പോൾ തീർച്ചയായും ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫർള് നമസ്കാരത്തിന് മുമ്പ് വളരെ സുപ്രധാനമായ 2 റക്അത്താണല്ലോ ഫജ്റിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അത് നിർവഹിച്ചതോടുകൂടെ എന്തായി? ആ വുളു കൊണ്ടുള്ള ഒരു നമസ്കാരം നിർവഹിക്കപ്പെട്ടു. ഫജ്റിൻ്റെ മുമ്പുള്ള സുന്നത്തും അദ്ദേഹത്തിന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു നമസ്കാരം, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം പുണ്യമായി കണക്കാക്കിയിട്ടുള്ള ഒരു നമസ്കാരം നമസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോൾ വുളു എടുത്താലും. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇത് ഫജ്റിൻ്റെ മുമ്പാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ളുഹറിൻ്റെ മുമ്പ് ഒരാൾ പോയി, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ളുഹറിൻ്റെ മുമ്പുള്ള നമസ്കാരം നിർവഹിക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു രാവിലെ 10 മണിക്കാണ് അയാൾ വീട്ടിൽ വെച്ച് വുളു എടുത്തു, രാവിലെ 10 മണിക്കോ 9 മണിക്കോ ഒക്കെ വുളു എടുത്തു വിചാരിക്കുക. അയാളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചു, വുളു ഒക്കെ എടുത്തു. അപ്പോൾ ആ വുളു കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? 2 റക്അത്ത് ളുഹ നമസ്കരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ വുളു കൊണ്ട് എപ്പോൾ വുളു എടുത്തോ അപ്പോൾ ഒരു നമസ്കാരം, അത് ളുഹ നമസ്കാരം അവിടെ അതായി. ഇനിയിപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ അസറിന് മുമ്പ് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പോയത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോയി പള്ളിയിൽ പ്രവേശിച്ചു. അദ്ദേഹം വുളു എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? 2 റക്അത്ത് തഹയ്യത്തുൽ മസ്ജിദ്, അത് സുന്നത്തുൻ മുഅക്കദത്താണ്, ശക്തമായ സുന്നത്തായ ഒരു നമസ്കാരമാണെന്ത്? തഹയ്യത്ത്. അത് പറഞ്ഞാൽ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമസ്കരിക്കുക എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ളത്. ഖബല അൻ യജ്ലിസ്, ആ പ്രവേശിക്കുന്ന ആൾ ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം എന്നാണ്.
അപ്പോൾ 2 റക്അത്ത് എന്ത് ചെയ്യുക അവിടെ, കാരണം ഈ പിന്നെ ആ ബാങ്കിൻ്റെ മുമ്പാണ് പോണത്, അസറിൻ്റെ ബാങ്കിൻ്റെ മുമ്പാണ് പള്ളിയിൽ എത്തിപ്പെടുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ദൂറിന് മുമ്പ് പള്ളിയിലെത്തിയാലും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ 2 റക്അത്ത് എന്ത് ചെയ്യുക, തഹിയ്യത്ത് നമസ്കരിക്കുക. അപ്പോൾ ആ വുളു കൊണ്ട് അയാൾ അത് നമസ്കരിച്ചു. നിങ്ങൾ നോക്കൂ, ഇനി അസർ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ പള്ളിയിൽ പോയി എന്ന് വിചാരിക്കുക. അസർ ഫർളിൻ്റെ മുമ്പ് ഒരു സുന്നത്ത് നമസ്കാരവും റവാത്തിബ് സുന്നത്ത് നമസ്കാരം, ഒരു സുന്നത്തല്ല റവാത്തിബ് സുന്നത്ത് നമസ്കാരം അസറിൻ്റെ മുമ്പ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. 4 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറയുന്ന ഹദീസിന് ദുർബലത ഉണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്ത ശേഷം, അസറിൻ്റെ ബാങ്ക് കൊടുത്ത ശേഷം ഒരാൾ പള്ളിയിൽ പോവുകയാണ്. ആ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്, അത് നിർവഹിക്കാം. അപ്പോൾ ഇയാൾ വുളു എടുത്തിട്ടാണ് പള്ളിയിൽ പോകുന്നത്, അസറിന് ശേഷം പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അയാൾക്ക് ഒന്നുകിൽ തഹിയ്യത്ത് നമസ്കരിക്കാം, അതല്ലെങ്കിൽ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള 2 റക്അത്ത് എന്നുള്ള നിയ്യത്ത് കരുതിക്കൊണ്ട് നമസ്കരിക്കാം. അപ്പോഴൊക്കെ ഇദ്ദേഹത്തിന് ആ വുളു കൊണ്ട് ആ നമസ്കാരം നിർവഹിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഓരോ വക്തുകൾക്കും പിന്നെ ഉള്ളത്. ഇനി അതൊന്നുമല്ല, ഇപ്പോൾ രാത്രി ഒരാൾ രാത്രി 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ഉറക്കം എഴുന്നേറ്റു പിന്നെ വുളു എടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാത്രി ഖിയാമുൽ ലൈൽ വളരെ സുപ്രധാനമായ ഒരു നമസ്കാരമാണല്ലോ, അത് നിർവഹിക്കുക. അപ്പോൾ ഇങ്ങനെ രാത്രിയാകട്ടെ പകലാകട്ടെ വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ 11 റക്അത്ത് വരെ പോകാം. അപ്പോൾ ഒരു നമസ്കാരം ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം പുണ്യമായി കണക്കാക്കിയിട്ടുള്ള ഒരു നമസ്കാരം നിർവഹിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.